ഡെയിലി പൾസ് ആലപ്പുഴ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജാതി വിവേചനം നേരിട്ടിടങ്ങളിലെല്ലാം തന്തൈ പെരിയാർ സ്വാധീനം ചെലുത്തിയെന്ന് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഇ.വി. വേലു. 21ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത വള്ളങ്ങൾക്കുള്ള ബോണസ് വിതരണം അടുത്ത ആഴ്ച. കുട്ടികളിൽ മുണ്ടുനീര് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ പട്ടണക്കാട് ബ്ലോക്കിനെ ഒന്നാമതെത്തിച്ച ജീവനക്കാരെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെ ജാതി വിവേചനം നേരിട്ട എല്ലായിടങ്ങളിലും തന്തൈ പെരിയാറിന്റെ സ്വാധീനം വ്യക്തമാണെന്ന് തമിഴ്നാട് പൊതുമരാമത്ത്, ദേശീയപാത, ചെറിയ തുറമുഖങ്ങൾ വകുപ്പ് മന്ത്രി ഇ.വി. വേലു പറഞ്ഞു. തമിഴ്നാട് സർക്കാർ അരൂക്കുറ്റിയിൽ നിർമ്മിക്കുന്ന തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈക്കം സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അന്നത്തെ രാജഭരണം ഇ.വി. രാമസ്വാമി നായ്ക്കരെ ചേർത്തല താലൂക്കിലെ അരൂക്കുറ്റിയിൽ ഉണ്ടായിരുന്ന ജയിലിൽ അടച്ചതിന്റെ സ്മരണയ്ക്കായാണ് സ്മാരകം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ മന്ത്രി സജി ചെറിയൻ അധ്യക്ഷനായി. തമിഴ്നാട് തമിഴ് വികസന ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി എം.ബി. സ്വാമിനാഥൻ സന്നിഹിതനായിരുന്നു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത ചുണ്ടൻ വള്ളങ്ങൾക്കും ചെറുവള്ളങ്ങൾക്കുമുള്ള ബോണസ് അടുത്ത ആഴ്ച വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് തീരുമാനം അറിയിച്ചത്. അയോഗ്യത കൽപ്പിച്ച വള്ളങ്ങൾക്കും അടിസ്ഥാന ബോണസ് നൽകും. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ മത്സരങ്ങളുടെ പൂർണ്ണ ഫലങ്ങളും പ്രഖ്യാപിച്ചു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനായിരുന്നു. 2ാം സ്ഥാനം പുന്നമട ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനും, 3ാം സ്ഥാനം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനും, 4ാം സ്ഥാനം നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനും കരസ്ഥമാക്കി. കുട്ടികളിൽ മുണ്ടുനീര് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വായിലൂടെ പകരുന്ന രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് രോഗം പ്രധാനമായും ബാധിക്കുന്നത്. ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജില്ലയിൽ വീണ്ടും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് മേരി ടെൽഷ്യ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കൈത്തറി സർക്കിളിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെയ്ത്തുകാർക്ക് വേണ്ടി കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. 5ാം വാർഡിലെ ചെറുവാർണം കയർ മാറ്റിംഗ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP ദിലീപ് ഉദ്ഘാടനം. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ, പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ 4-ന് കോളേജ് ക്യാമ്പസ് നിയുക്തി 2025 എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ 047722300624.